ഹായ്, PRSL കുക്കിംഗ് ആൻഡ് ട്രാവലിന് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് മാങ്ങച്ചാറ്. ഈ മാങ്ങച്ചാറ് നമ്മൾ ഹൈദരാബാദ് എണ്ണയിൽ വെച്ചിട്ടുള്ളൊരു മാങ്ങച്ചാറ്. ഇത് ഞാൻ പഠിച്ചത് എൻ്റെ അമ്മായിയമ്മേൻ്റെ അടുത്ത് നിന്നാണ് പഠിച്ചത്. ഹൈദരാബാദിൽ നമ്മളെല്ലാവരും കൂടി നിൽക്കുന്ന സമയത്തേക്ക് നമ്മൾ കൊല്ലം കൊല്ലം അച്ചാറുണ്ടാക്കും. അപ്പോൾ ആടെ കൊല്ലം അച്ചാറാക്കുന്നത് ഇപ്പോൾ ഞാനും അത് കണ്ടിട്ട് പഠിച്ചതാണ്. എന്നാൽ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ആ അച്ചാറാണ് നിങ്ങൾക്കിപ്പോൾ ആക്കിയിട്ട് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഇന്ന് എനിക്കൊരു പച്ചമാങ്ങ, ഒരു 4-5 കിലോ പച്ചമാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് ഞാൻ കഴുകിയെടുത്തിട്ട് നന്നായിട്ട് തോർത്തിട്ട് വെച്ചിട്ട് പാങ്ങല തോർത്തി. ഒരു വെള്ളപ്പശയൊന്നും ഉണ്ടാവാൻ പാടില്ല മാങ്ങയിൽ. അതിന് ശേഷം കുറച്ച് നേരം ആറാൻ വേണ്ടി വെച്ചു. അതിൻ്റെ വെള്ളമെല്ലാം പോയ ശേഷം നന്നായിട്ട് കഷ്ണം കഴിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഒരു വെളുത്ത ഒരു തോല് പോലെ വരും. അതിൻ്റെ തോലും കൂടി നമ്മളത് എടുത്തിട്ട് കളയണം ഉൾവശത്ത്. നിങ്ങൾക്ക് ഞാനത് കാണിച്ചു തരാം. അപ്പോൾ അതെല്ലാം ക്ലീൻ ആക്കിയിട്ട് രണ്ടാമതും പാങ്ങല തുണി കൊണ്ട് തോർത്തിട്ട് ഫാനിൻ്റെ അടിയിൽ കാറ്റത്ത് നമ്മൾ ഇടണം. ആ മാങ്ങ നന്നായിട്ട് കുറച്ച് ഫാനിൻ്റെ അടിയിൽ നന്നായിട്ട് ഒരു ഉണക്കം വന്ന പോലെ വരും. അത് കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഈ മാങ്ങേനെ എടുത്തിട്ട് അതിന് വേണ്ട സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ മാങ്ങാച്ചാറാക്കിയിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. മാങ്ങാച്ചാറാക്കാൻ വേണ്ടി കഷ്ണം കഴിച്ച മാങ്ങ ഇതാ ഇതുപോലെ നന്നായിട്ട് നമ്മൾ കഷ്ണം കഴിച്ചിട്ട് മാങ്ങേനെ എടുക്കണം. ഇതിൻ്റെ ഉള്ളിലൊരു സ്കിന്ന് പോലെ ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലതാ നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് നമ്മൾ ആ ഉള്ളിലത്തെ സ്കിന്ന് അതുപോലത്തതെല്ലാം എടുത്തിട്ട് നന്നായിട്ട് ആക്കിയിട്ട് വെക്കണം. കുറച്ച് വലിയ വലിയ മാങ്ങയുടെ കഷ്ണം ഉണ്ടെങ്കിൽ ഈ അച്ചാർ നന്നായിട്ടുണ്ടാവുക. അപ്പോൾ ഞാനിത് മുറിച്ചിട്ടെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് വേണ്ട സാധനങ്ങൾ ഞാൻ ആദ്യം കുറച്ച് കടുകിൻ്റെ പൊടി, നന്നായിട്ട് കടുക് പൊടി പൊടിച്ചിട്ട് ഇതാ ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. ഇത് ഇത്ര ഒരു ഗ്ലാസ് നിറച്ചുമാണ് ഉള്ളത് ഈ കടുക് പൊടി. ഇത് നമ്മളിതിൽ ചേർക്കാനാണ്. അതേപോലെ 1/2 ഗ്ലാസ് ജീരകത്തിൻ്റെ പൊടി, ജീരകം നന്നായിട്ട് വറുത്തെടുത്തിട്ട് പൊടിച്ചതാണിത്. അതേപോലെ ഒരു 1/4 ഗ്ലാസ് ഉലുവേൻ്റെ പൊടി, ഒരു 2-3 സ്പൂണ് മഞ്ഞൾ, ആവശ്യത്തിനുള്ള ഉപ്പ്. ഈ പാത്രത്തിലാണ് 4 പാത്രം മാങ്ങിയുള്ളത് കൊണ്ട് ഒരു പാത്രം മുളക് പൊടി ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് എരിവ് കൂടുതലാവോ വിചാരിച്ചിട്ട് ഞാനൊരു 3/4 പാത്രം എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒരു പാത്രം ഇടാം. 4 പാത്രം മാങ്ങക്ക് ഈ ഒരു പാത്രം മുളകിൻ്റെ പൊടിയാണത് കണക്ക്. അധികം മുളക് കഴിക്കില്ലെങ്കിൽ കുറച്ച് കുറവായാലും നമ്മൾ എടുക്കാം. അതേപോലെ ഉപ്പ് നമ്മൾ നോക്കിയിട്ട് ഇടണം, നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട്. അല്ലെങ്കിൽ 2 ദിവസം ഇത് കെട്ടി വെച്ച ശേഷം 3-ാമത്തെ ദിവസം ഇത് കെട്ടയച്ചിട്ട് നമ്മൾ നോക്കുമ്പോഴേക്ക് ഉപ്പ് പോരെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കാം. അതേപോലെ ഇത് ഞാൻ ഒരു 1.5 ലിറ്റർ നല്ലെണ്ണ, എള്ളെണ്ണേനെ ഞാൻ ചൂടാക്കിയിട്ട് അതിൽ കടു, ജീരകം, ഉലുവ, പിന്നെ ചോരമുളക്, കുറച്ച് കായം ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് കടുക് പൊട്ടിച്ചിട്ടാകുമ്പോഴേക്ക് എണ്ണ ചൂടായിട്ട് കടുവെല്ലാം പൊട്ടിക്കഴിഞ്ഞ ശേഷം ഞാനിത് സ്റ്റൗ ബന്ധാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നല്ലോണം നമുക്ക് തണിയണം. ഇത് തണിഞ്ഞ ശേഷമേ നമ്മൾ മാങ്ങേൻ്റെ അകത്ത് ഒഴിച്ച് കൊടുത്തുവിടും. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ മാങ്ങേൻ്റെ അകത്ത് ഈ മുളകാപ്പൊടിയും കടുക് പൊടിയും ജീരകപ്പൊടിയും ഉലുവപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പിൻ്റെ പൊടി എല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പെരക്കിയിട്ട് ഇത് വെക്കണം. അതിൻ്റെ കൂടെ ഇതാ ഒരു 3-4 കണ്ട വെളുത്തുള്ളി അതിനെ നന്നാക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ കൂടെ ഇടണം. എന്നാൽ ഞാൻ വെളുത്തുള്ളിയെല്ലാം നന്നാക്കിയിട്ട് ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് ഈ കാണിച്ച ഈ സാധനങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് ഞാൻ മിക്സാക്കിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വെക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അത് തണിഞ്ഞ ശേഷം നമ്മൾ ഇതിൻ്റെ അകത്ത് വയ്ക്കാൻ പാടില്ല. എന്നാൽ പിന്നെ ഞാനിതെല്ലാം ഇതിൻ്റെ അകത്ത് മിക്സാക്കിയിട്ട് വെക്കട്ടെ. ഇതാ നമ്മൾ അച്ചാറിന് എല്ലാം ജീരകപ്പൊടി, ഉലുവപ്പൊടി, കടുക് പൊടി, മുളക് പൊടി, ഉപ്പ് എല്ലാം ഞാൻ ചേർത്തിട്ട് കലക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ മുളകെടുത്ത പാത്രം നിങ്ങൾക്ക് കാണിച്ചു തന്നു. അതേപോലെ ഇതാ കടുക് പൊടി ഈ ഗ്ലാസ്സിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ 1 ഗ്ലാസ് കടുക് പൊടി, 1/2 ഗ്ലാസ് ജീരകപ്പൊടി, ഒരു 1/4 ഗ്ലാസ് ഉലുവേൻ്റെ പൊടി. അതേപോലെ ഇതാ നന്നാക്കി വെച്ച വെളുത്തുള്ളി ഇടിയുണ്ട്. ഈ വെളുത്തുള്ളി നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുക. എണ്ണ തണിഞ്ഞിട്ടുണ്ട്. ഈ എണ്ണയെ നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു പ്ലേറ്റ് എടുത്തിട്ട് മൂടിയിട്ട് ഒരു തുണിയും അതിൻ്റെ മേലെ വെച്ചിട്ട് കെട്ടിയിട്ട് നമുക്ക് വെക്കാം. 2 ദിവസം കഴിഞ്ഞ ശേഷം നമ്മളത് അയച്ച് നോക്കാം. അയച്ച് നോക്കുന്ന സമയത്തേക്ക് അതിന് ഉപ്പ് എല്ലാം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ രണ്ടാമതും ഉപ്പ് നമുക്ക് അതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കാം.
ഞാൻ കല്ലുപ്പ് മിക്സിയിലിട്ട് പൊടിച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതേപോലെ ഇതിൻ്റെ അകത്ത് കാശ്മീർ ചില്ലി പൗഡറും ഒരു അര ഗ്ലാസ് നമ്മളെ സാധാരണയുള്ള മുളകിൻ്റെ പൊടിയും ആണ് ഇതിൻ്റെ അകത്ത് ഞാൻ ചേർത്തത്. അതേപോലെ മഞ്ഞൾപ്പൊടിയും ജീരകപ്പൊടി കടുക് പൊടി ഈരിട്ട എല്ലാ പൊടികളും ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പൊടിയാണ്. അതേപോലെ എള്ളെണ്ണയും നന്നായിട്ടുള്ള മില്ലിൽ പോയിട്ട് നമ്മൾ വാങ്ങിച്ച് കൊണ്ടുവന്ന എള്ളെണ്ണയാണ് ഇതിന് ഞാൻ ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇതേപോലെ നിങ്ങളും അച്ചാറാക്കി നോക്കുക. ഞാൻ എന്നാൽ 2 ദിവസം കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ഞാൻ ഈ അച്ചാറിനെ വീണ്ടും കാണിച്ചു തരാം. ഇതാ നമ്മൾ അച്ചാർ 2 ദിവസം കഴിഞ്ഞു. അച്ചാറിനെ ഞാൻ മൂടിയെല്ലാം എടുത്തു കെട്ടയച്ചു. ഇതാ നമ്മൾ അച്ചാർ നല്ലൊരു കളർഫുള്ളായിട്ടുണ്ട്. കാശ്മീർ ചില്ലി പൗഡറിൽ ഇതിനകത്ത് കൂടുതൽ ഇട്ടിട്ടുള്ളത്, അതുകൊണ്ട് നന്നായിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഞാനിത് ഇളക്കിയിട്ട് നോക്കുന്ന സമയത്തൊക്കെ ഇതിന് ഉപ്പും എരിവും എല്ലാം നന്നായിട്ട് തന്നെയുണ്ട്. കുറച്ചും കൂടി എണ്ണ നമ്മൾ ഇതിന് ഒഴിച്ചു കൊടുക്കണം. എന്തെന്ന് വെച്ചാൽ 4.5 കിലോ മാങ്ങ ഇതിൻ്റെ അകത്തുള്ള ഈ മസാലകളെല്ലാം ചേർത്തിട്ട് അമ്മയ്ക്ക് ഏകദേശം ഇതൊരു 6 കിലോ അച്ചാറായിട്ടുണ്ടാവും. ഇപ്പം ഈ 6 കിലോ അച്ചാർ നന്നായിട്ട് കുറച്ച് സമയം നിൽക്കണ്ടിക്കൽ പിന്നെ ഒരു 1/2 ലിറ്റർ നല്ലെണ്ണ ഇതിൽ ചൂടാക്കിയിട്ട് ഞാൻ ഒഴിക്കണം. അതുകൊണ്ട് ഞാൻ എണ്ണ ചൂടാക്കി വെച്ചിട്ടുണ്ട് തണിയാൻ വേണ്ടിയിട്ട്. അതും ഇതിനകത്ത് ഞാൻ ചേർത്തിട്ട് ഇപ്പം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഞാൻ വെക്കും. പക്ഷേ ഇതൊന്നും നമുക്ക് തിന്നാനൊന്നുമല്ല ഞാൻ ഉണ്ടാക്കുന്നത്. ഞാൻ ഈ അച്ചാർ സെയിലാക്കാൻ വേണ്ടിയിട്ടാണ് ആക്കുന്നത്. അതുകൊണ്ട് ഇതേമാതിരി നിങ്ങളും വീട്ടിലേക്ക് ആവശ്യമുള്ള അച്ചാർ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കുക. അച്ചാർ കുറച്ച് കുറച്ചല്ലേ കഴിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് ഈ മാതിരി അച്ചാർ നിങ്ങളാക്കിയിട്ട് കഴിച്ച് നോക്കണം ഈ ടേസ്റ്റ് എങ്ങനെയുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് ഈ വീഡിയോ കണ്ടവരെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ. ബൈ.